നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് സഹകരിച്ച് കുതിച്ചു എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. അതായത് പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ 2024 സഹകരണ ബാങ്കുകൾ 3 വർഷത്തെ അപേക്ഷിച്ച് സർവ്വമേഖലകളിലും വളർച്ച നേടി. നിക്ഷേപത്തിൽ 2024 20,721.79 കോടിയുടെ വർധനവുണ്ടാക്കി. ബാങ്കുകളുടെയും അംഗങ്ങളുടെയും എണ്ണം കൂടി. നിക്ഷേപത്തിന് ആനുപാതികമായി വായ്പയും വർദ്ധിച്ചു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എണ്ണവും ലാഭവും കൂടി. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവ കുറഞ്ഞെങ്കിലും അവയുടെ നഷ്ടം കൂടി. നിഷ്ക്രിയ സംഘങ്ങളുടെയും പൂട്ടൽ ഭീഷണിയുള്ളവരുടെയും എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് വാർത്ത. അതിൻ്റെ വലതുഭാഗത്തായി 2023 24 നിക്ഷേപത്തിൻ്റെയും നീക്കിയിരിപ്പിൻ്റെയും പ്രവർത്തന മൂലധനത്തിൻ്റെയും ഒക്കെ കണക്കുകൾ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടുമുകളിലായി ആനക്കല്ല് തീരുന്നില്ല എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് വയനാട്ടിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു, 24 മണിക്കൂറിനിടെ രണ്ടാമത്തെ മരണം. സംഭവം മുണ്ടക്കൈ ചൂൽമലയ്ക്ക് സമീപം എന്നുള്ള ചില സബ് ഹെഡിങ്ങും കൂടി അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതായത് തുടർച്ചയായി 2ാം ദിവസവും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമായി. ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂൽമല പ്രദേശത്തിന് സമീപം അട്ടമലയിലാണ് ചൊവ്വാഴ്ച രാത്രി ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കുന്നത്. ഏറാട്ടുകുണ്ട് ഉന്നതിയിൽ ബാലകൃഷ്ണനാണ് മരിച്ചത്. ആ ബാലകൃഷ്ണൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മലപ്പുറം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും വയോജനങ്ങൾ മലമ്പുഴ ഉദ്യാനം കാണാനെത്തിയപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഉല്ലാസയാത്രയിൽ 900-ലധികം പേരാണ് 19 ബസ്സിലായി പാലക്കാട് കോട്ടയിലും മലമ്പുഴയിലും എത്തിയത്. അവരുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. വലിയ മനോഹരമായ ചിത്രം. വയോ വൈബ് എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ടോളുകളിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വാർഷിക പാസ്. അതായത് രാജ്യത്തെ പല ടോൾ ബൂത്തുകളിലും വാഹന ബാഹുല്യം കാരണം ഗതാഗത കുരുക്കുണ്ടാകുന്നത് തടയാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. തൊട്ടുതാഴെയായി കോട്ടയത്ത് നടന്നത് കൊടും ക്രൂരത. വിവസ്ത്രരാക്കി കൈയും കാലും കട്ടിലിൽ കെട്ടിയിടും. 1, 2, 3 എണ്ണിക്കഴിഞ്ഞു മുതൽ പാദം വരെ ഡിവൈഡറും കോമ്പസും ഉപയോഗിച്ച് കുത്തി മനുഷ്യ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന ഈ ക്രൂരപീഡനം മറ്റൊരു വിദ്യാർത്ഥി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ റാഗിങ്ങിനിരയായ 1ാം വർഷ GNM വിദ്യാർത്ഥികൾ അനുഭവിച്ച ക്രൂരപീഡനങ്ങളിൽ ചിലതാണിത്. പ്രതികളായ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇത് സംബന്ധിച്ച വീഡിയോകൾ പോലീസ് കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട ചിത്രം അതിന് താഴെയായി നൽകിയിട്ടുണ്ട്. കാര്യവട്ടം കോളേജിലും റാഗിംഗ്. കാര്യവട്ടം സർക്കാർ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥി ബിൻസ് ജോസ്, ബയോകെമിസ്ട്രി വിദ്യാർത്ഥി അഭിഷേക് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഇരുവരും കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയെങ്കിലും അഭിഷേകിൻ്റെ പരാതിയിൽ മാത്രമാണ് കേസെടുത്തത്. വിദ്യാർത്ഥികളായ അലൻ, ആനന്ദൻ, വേലു, സൽമാൻ, ശ്രാവൺ, പാർത്ഥൻ, ഇമ്മാനുവൽ എന്നിവർക്കെതിരെയാണ് കേസ്. NCPയിലെ പ്രതിസന്ധി. PC ചാക്കോ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മന്ത്രി AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PC ചാക്കോ രാജിവെച്ചു. രാജിക്കത്ത് അദ്ദേഹം ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് അയച്ചു. ജൂലൈയിൽ കമൽഹാസൻ രാജ്യസഭ അംഗമാകും. നടനും മക്കൾ നീതിമയം അധ്യക്ഷനുമായ കമൽഹാസൻ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു. ജൂലൈയിൽ സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 4 സീറ്റുകൾ വിജയിപ്പിക്കാൻ DMK സഖ്യത്തിന് കഴിയും. ഇതിൽ 1 കമലിന് നൽകും എന്നുള്ളതാണ് വാർത്ത. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മനോരമ. വീണ്ടും കാട്ടാനാക്രമണം. 3 ദിവസത്തിൻ്റെ 4ാമത്തെ മരണം. ചോരക്കൊമ്പിൽ എന്നുള്ളതാണ് തലക്കെട്ട്. വയനാട്ടിൽ ഗോത്ര യുവാവ് കൊല്ലപ്പെട്ടത് തേയിലത്തോട്ടത്തിൽ. ജീവനെടുത്തത് ഉരുൾപൊട്ടലിൽ കുടുങ്ങിയ കാട്ടാന. ഇങ്ങനെ ആ വാർത്തയിൽ കരയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രമടക്കം വേദനയിൽ നീറിയെന്ന തലക്കെട്ടോടുകൂടി ഒരു ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു താഴെയായി കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ്. പ്രതികൾ പെരുമാറിയത് ഗുണ്ടാ നേതാക്കളെ പോലെ. അറസ്റ്റിലായത് CPM അനുകൂല സംഘടനാ നേതാവും അംഗങ്ങളും. നടന്നത് അതിക്രൂര റാഗിംഗ്. കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു, മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. വാർത്തയിൽ അവരുടെ 5 പേരുടെ ചിത്രങ്ങളും പ്രതികളുടെ 5 പേരുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. വോട്ടിന് സൗജന്യം. പാർട്ടികൾക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. മടി പിടിപ്പിക്കണോ? സൗജന്യ റേഷനും പണവും ലഭിക്കുന്നതിൽ ജോലിക്കാളില്ല. രാജ്യവികസനത്തിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നു. വോട്ട് നേടാൻ രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നതിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. സൗജന്യ റേഷനും പണവും ലഭിക്കുന്നതിനാൽ ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. രാജ്യവികസനത്തിൽ പങ്കാളികളാകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി പരാധജീവികളുടെ വർഗത്തെ സൃഷ്ടിക്കുകയല്ലേ എന്ന് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. രഞ്ജി ട്രോഫി കേരളം സെമിയിൽ എത്തുന്നത് 2ാം തവണ. കേരള താരം സൽമാൻ റിസാലിൻ്റെ ചിത്രത്തോടുകൂടിയാണ് ആ വാർത്ത വലതുഭാഗത്തായി നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്.
പാതിവില തട്ടിപ്പ് കേസുകൾ 600. ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. PC ചാക്കോ രാജിവെച്ച വാർത്തയ്ക്ക് താഴെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടി താഴെ ഇടതുഭാഗത്തായി ഇടം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനം, 4 പേർ അറസ്റ്റിൽ. ആക്രമണം രാത്രി ബന്ധുവീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കാറ് പിടിച്ചെടുത്തു. അതായത് തിരുവനന്തപുരം മംഗലപുരത്താണ് സംഭവം. പെൺകുട്ടികളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. 4 പേർ അറസ്റ്റിൽ. മംഗലപുരം സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് ചൊവ്വാഴ്ച രാത്രി 4-അംഗ ഗുണ്ടാ സംഘം ബന്ധുവീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിലെത്തിച്ച് മർദ്ദിച്ചത്. ശനിയാഴ്ച ഇതേ സംഘം ഈ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തിരുന്നില്ല. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. ഹലോ, രാജിവെക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പാർട്ടി വേറെയുണ്ടോ എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. വരുന്നു വ്യക്തികൾക്ക് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് എന്ന തലക്കെട്ടോടുള്ള വാർത്തയ്ക്കാണ് ദേശാഭിമാനി പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ആസ്തി വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഏർപ്പെടുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു. രാജ്യത്താദ്യമായാണ് ഇത്തരമൊരു കാർഡ് ഏർപ്പെടുത്തുന്നത്. വന്യജീവി നിയമം മാറ്റില്ലെന്ന കേന്ദ്രം, ഇനി എത്ര ജീവൻ പൊലിയണം? വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ 10 മിഷൻ, തടയാൻ കേരളം എന്ന തലക്കെട്ടോടുള്ള വാർത്ത. ആ വാർത്തയേക്കാൾ പ്രാധാന്യം കുറിച്ചാണ് കാട്ടാനാക്രമണത്തിൽ വയനാട്ടിൽ വീണ്ടും മരണമെന്ന വാർത്തയ്ക്ക് ദേശാഭിമാനി ഇടം നൽകിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി ഇടതുഭാഗത്ത് രഞ്ജിയിൽ കേരളം സെമിയിൽ 1-ാം ഇന്നിങ്സിലെ ഒറ്റ റൺ ലീഡ് തുണയായി സെമി നേട്ടം 2ാം തവണ, സെമിയിൽ ഗുജറാത്ത് എന്നടക്കമുള്ള വാർത്തകളാണ് രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ളത്. പാക് അതിർത്തിയിൽ അദാനിക്ക് വൈദ്യുതി നിലയം എന്ന തലക്കെട്ടോടുള്ള വാർത്ത. അതായത് അതിർത്തി സുരക്ഷാ ചട്ടങ്ങളെല്ലാം മറന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഹൈബ്രിഡ് വൈദ്യുതി നിലയം നിർമ്മിക്കാൻ മോദിയുടെ അടുപ്പക്കാരൻ അദാനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി. ഗുജറാത്ത് കച്ചിലെ ഖാവ്ഡ അതിർത്തി മേഖലയിലാണ് അദാനി ഗ്രൂപ്പിന് കാട്ടിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഹൈബ്രിഡ് വൈദ്യുതി നിലയം അനുമതിയായത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, വയനാട് അട്ടമലയിൽ കാട്ടാനാക്രമണം, ആദിവാസി യുവാവിന് ദാരുണാന്ത്യം, അരുതേ കണ്ണടക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം 41 ദിവസം 11 രക്തസാക്ഷികൾ എന്നുള്ള മറ്റൊരു തലക്കെട്ടുകൂടിയുണ്ട്. ഒപ്പം കാട്ടാനയുടെ ചിത്രവും മരണം നടന്ന സ്ഥലവും മരണപ്പെട്ട ആളുടെ ചിത്രവും ഒക്കെ അതിൽ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി കിഫ്ബി റോഡുകളിൽ ടോൾ വരുമെന്ന് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. മുന്നിൽ ടോളുണ്ട്, സൂക്ഷിക്കുക എന്നാണ് തലക്കെട്ട്. അതായത് കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ടോൾ പിരിക്കുവാനുള്ള നീക്കം നിയമസഭയിൽ സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ബജറ്റിന്മേൽ നടന്ന പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിന് വലതുഭാഗത്തായി വനം മന്ത്രി രാജിവെക്കണം, മാർ ഇഞ്ചനാനിയിൽ. അതായത് വന്യമൃഗ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം മന്ത്രി രാജിവെക്കണമെന്ന് ഇൻഫാം ദേശീയ രക്ഷാധികാരിയും താമരശ്ശേരി രൂപതാധ്യക്ഷനുമായ മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പാറത്തോട് മലനാട് ഡെവലപ്മെൻറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻഫാം സംസ്ഥാന അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണം വയനാടിന് 50 ലക്ഷം അനുവദിച്ചു. വയനാട്ടിലെ മനുഷ്യമൃഗ സംഘർഷം ലഘൂകരിക്കുവാനുള്ള പദ്ധതികൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചു. ദുരന്ത നിവാരണ വകുപ്പാണ് തുക അനുവദിച്ച് ഉത്തരവിറക്കിയത്. കൊമ്പൻപാറയിൽ ഇനി മനുഷ്യരില്ല. കഥനഭാരത്തോടെ ഇസ്മായിലും മക്കളും അയൽക്കാരും വീടൊഴിഞ്ഞു. പെരുവന്താനം കൊമ്പൻപാറയിലെ 10 സെൻറ്റ് മോഹിച്ചുണ്ടാക്കിയ 2 മുറി വീടും ഉപേക്ഷിച്ച് ഭാര്യ സോഫിയയെ കാട്ടാന കൊന്നതിൻ്റെ വേദനയിൽ ഇസ്മായിൽ എന്നേക്കുമായി പടിയിറങ്ങി. കാട്ടാനയും കടുവയും ഇസ്മായിലിനെ മാത്രമല്ല, തൊട്ടു താമസിച്ചിരുന്ന ഉമ്മ അലിമ ബീവിയെയും അയൽക്കാരി സ്വപ്നയെയും കിടപ്പാടമില്ലാതെ പെരുവഴിയിലാക്കി എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദീപിക ആദ്യ പേജിൽ തന്നെ. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, ഒടുങ്ങാതെ കാട്ടാനക്കല്ലി എന്ന തലക്കെട്ടോടുകൂടി കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം ആദ്യ പേജിൽ തന്നെ. ഒപ്പം രഞ്ജി ട്രോഫി കേരള സെമിയിൽ എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമം. ക്രൂരം ഹൃദയഭേദകം എന്ന തലക്കെട്ടോടുകൂടി കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. അതിന് തൊട്ടു താഴെയായി പുതിയ ആദായ നികുതി ബില്ല് പാർലമെൻറ്റിലേക്ക് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ആദായ നികുതി നിരക്കുകളിലും മൂലധന നികുതി നിരക്കുകളിലും മാറ്റമില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ആദായ നികുതിയിൽ ഇളവ് എന്ന ആ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ബന്ദികളെ വിട്ടില്ലെങ്കിൽ ആക്രമണം, നെതന്യാഹു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് വെടിനിർത്തൽ കരാർ പ്രകാരം ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ആവശ്യത്തിന് സഹായം എത്തിക്കാൻ കരാർ ലംഘനം നടത്തിയതിനാൽ ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ആവർത്തിച്ച് ഹമാസ്. NCPയിൽ പൊട്ടിത്തെറിച്ച് PC ചാക്കോ അധ്യക്ഷ പദവി രാജിവെച്ചു. ഈ പൊട്ടിത്തെറി കേട്ടിട്ടെങ്കിലും വന്യമൃഗങ്ങൾ തിരിഞ്ഞോടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂൺ തലക്കെട്ട്. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലയങ്ങൾ പുനർനിർമ്മിക്കാൻ 10 കോടി എന്ന തലക്കെട്ടോടുകൂടി ഡിജിറ്റൽ
പ്രോപ്പർട്ടി കാർഡുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറുന്നുണ്ട്. മാധ്യമത്തിൽ താഴെയായി. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ മൂന്നാം ദിനവും ജീവനെടുത്ത് കാട്ടാന, ജീവനില്ലാതെ സർക്കാർ എന്നുള്ളതാണ് തലക്കെട്ട്. അതിനോടൊപ്പം അതിൻ്റെ താഴെ കിഫ്ബി പദ്ധതികൾക്ക് ടോൾ സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. നിലമ്പൂരിൽ കരടിയും ഇറങ്ങിയെന്ന തലക്കെട്ടോടുള്ള വാർത്ത. അതായത് പൂക്കോട്ടുപാടം തേൽപ്പാറയിൽ ജനവാസ മേഖലയിൽ വീതി പരത്തിയ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായി. കൊമ്പൻകല്ലു ചിറമേൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര മുറ്റത്ത് സ്ഥാപിച്ച കെണിയിലാണ് കരടി കുടുങ്ങിയത്. പിടികൂടിയ കരടിയെ നെടുങ്കയത്തേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ഉൾവനത്തിൽ തുറന്നുവിട്ടു. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ മോദി. മാഴ്സേ വീര സവർക്കർക്ക് സംരക്ഷണം നൽകിയ ഇടം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ ശക്തമാക്കാൻ ഭാരതം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ആദ്യത്തിൽ താഴെയായി. പാലക്കാട് പത്തനംതിട്ടയിലും വീഴ്ച പറ്റി, പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം. പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുമ്പോഴും ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് പോത്തുണ്ടിയിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര 2 പേരെ വെട്ടിക്കൊന്നതും പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിനെ ആക്രമിച്ചതും തിരുവനന്തപുരം 82-കാരിയായ യാചകയെ പൂട്ടിയിട്ട് പോലീസുകാരൻ പണം തട്ടിയതും വീഴ്ചയെന്ന് നിയമസഭയിൽ സമ്മതിച്ച മുഖ്യമന്ത്രി. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പീഡനം, അതിക്രൂരം, പൈശാചികം എന്ന തലക്കെട്ടോടുകൂടി നഴ്സിംഗ് കോളേജിലെ ക്രൂരപീഡനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. കേരള കൗമുദി ആദ്യ പേജിൽ വലതു ഭാഗത്തായി. അട്ടമലയിലെ ബാലകൃഷ്ണൻ കാട്ടാന കൊലപ്പെടുത്തിയതറിഞ്ഞ് സ്ഥലത്തെത്തിയ ആദിവാസികൾ തേയിലത്തോട്ടത്തിൽ വയതിരിക്കുന്ന ചിത്രം കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. അതിന് തൊട്ടു താഴെയായ വയനാട്ടിൽ വീണ്ടും കാട്ടാനക്കലി, ഒരാൾക്കു കൂടി ദാരുണാന്ത്യം എന്ന തലക്കെട്ടോടുകൂടി കാട്ടാന ചവിട്ടിക്കൊന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. കേരള കൗമുദി ആദ്യ പേജിൽ. നിയമസഭയിൽ മുഖ്യമന്ത്രി കിഫ്ബി റോഡിൽ ടോൾ പിരിക്കുമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. അനധികൃത കുടിയേറ്റം തടയാൻ ഇന്ത്യയും എന്ന തലക്കെട്ടോടുള്ള വാർത്ത. അതായത് പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശ പൗരന്മാർക്ക് 5 വർഷം വരെ തടവ്, 5 ലക്ഷം പിഴ, വ്യാജരേഖയിൽ തടവ് 7 വർഷവും പിഴ 10 ലക്ഷവുമാണ്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ PC ചാക്കോ NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. വാക്കിന് വിലയില്ലെങ്കിൽ എന്ത് ചാക്കോ. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.